അത് എനിക്ക് കണ്ടിട്ടോടെ എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാൻ. അപ്പം 1, 2, 5 വരെ 10 വരെ സ്ഥിരീകരിച്ചിട്ടാണ് ചേര എന്നു ഉറപ്പാണെന്ന് വെച്ചാൽ ഉറപ്പ് തന്നെ. താത്ത പേടിക്കാനും വേണ്ട, ചേര തന്നെ എലിയും കടിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്, ഒരു ടെൻഷനും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സമാധാനത്തിലാണ് അങ്ങോട്ട് പോയത്. എന്നാലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അടുക്കളയിൽ പാചകം നടക്കുന്നു, വിറകടുപ്പിൽ തീ കത്തുന്നു. പെട്ടെന്നാണ് വിറകിനിടയിലിരുന്ന ഒരു വിരുതൻ സീൻ മാറ്റിയത്. വിറകെടുത്ത വീട്ടമ്മയുടെ കയ്യിൽ പിടുത്തമിട്ടത് മറ്റാരുമല്ല, സാക്ഷാൽ ചേര. ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. നല്ലപോലെ ചോര വന്നു. നല്ലപോലെ ചോര വന്നു. അതാണ് ഞാൻ ഓടിയത് ആംബുലൻസ് വിളിക്കാൻ. വെഞ്ഞാറമൂട് പുല്ലമ്പാറ മരുതുമൂട് സ്വദേശിനി ഷീബ പാചകത്തിനിടെ വിറക് തീർന്നു തുടങ്ങിയപ്പോൾ അടുപ്പിൽ വയ്ക്കാൻ വേണ്ടി അടുത്തുള്ള വിറകുകൾക്കിടയിൽ നിന്നും ഒരെണ്ണം വലിച്ചെടുത്തതേയുള്ളൂ. ഷീബയുടെ തള്ളവിരലിൽ കടികിട്ടി. വിറകിനിടയിലിരുന്ന ഒരു ചേരയാണ് വീട്ടമ്മയെ ആക്രമിച്ചത്. ഷീബ വിറകെടുക്കാൻ നോക്കിയപ്പോൾ താൻ പിടിച്ചുവച്ചിരിക്കുന്ന എലിയെ തട്ടിയെടുക്കാൻ വന്നതാണെന്ന് ആ പാവം ചേരയും കരുതിക്കാണും. ഷീബയുടെ ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴും വിറകിനിടയിൽ പിടിച്ച എലിയെ വിടാതെ ഇരിക്കുകയായിരുന്നു കക്ഷി. എന്തായാലും ഉടൻ തന്നെ ഷീബയെ കന്യാകുളങ്ങര ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചു. ചേരയ്ക്ക് വിഷമില്ലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ ഒരു ദിവസം നിരീക്ഷണത്തിൽ നിർത്തി. ഒടുവിൽ 24 മണിക്കൂറിന് ശേഷം ഷീബ സുരക്ഷിതയായി വീട്ടിൽ മടങ്ങിയെത്തി. ഈ കടുത്ത ചൂടിൽ തണുപ്പ് തേടിയും എലിയെ തെരഞ്ഞും പാമ്പുകൾ ഇത്തരത്തിൽ വിറകുപുരകളിലും അടുക്കളയിലുമൊക്കെ ചേക്കേറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിറകടുപ്പിൽ പാചകം ചെയ്യുന്നവർ ഇനി വിറകെടുക്കുമ്പോൾ ഒന്ന് കണ്ണു തുറന്നു പിടിക്കുന്നത് നന്നായിരിക്കും. അല്ല, അവിടെ പറഞ്ഞു കന്യാകുമാരി ആശുപത്രി പറഞ്ഞ് വേറെ പ്രശ്നമൊന്നും ഉള്ളതല്ല എന്ന് അവള് തന്നെ കേട്ടു. ഞാനും കേട്ടു, അവളും കേട്ടു. പാനിക്കാതെ നോക്കിയാൽ അവിടെ ചെന്നപ്പോഴും ഒരു ബ്ലഡൊക്കെ എടുത്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ ബ്ലഡും ടെസ്റ്റ് ചെയ്ത് 24 എന്നിട്ട് അങ്ങനെ പോട്ടാന്ന് വെച്ചാൽ പോണ്ട, ഇപ്പൊ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് 24 മണിക്കൂർ കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് റൂമിലോട്ട് മാറ്റി. അപ്പൊ തൊട്ടപ്പുറത്ത് വേറെ ഒരു കൊച്ചും വന്നു ഇതുപോലെ ചേര. കുഴപ്പമില്ല, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും ലോക്കൽ ഹോസ്പിറ്റലിൽ പോയാൽ മതിയെന്ന്.